കേരളത്തെ തകർത്ത് കളഞ്ഞു. ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സതീശൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. പുതിയ യുഗ പിറവി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ യുഗം കോൺഗ്രസിന്റെ ഭരണമാണെങ്കിൽ നിങ്ങൾ ഭരിച്ച ഉത്തർപ്രദേശും ബീഹാറുമായിട്ട് ഈ കേരളം മാറും. അതിന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്. ധാരണയുണ്ടെങ്കിൽ ഒരാൾക്കും അത് അനുവദിക്കാൻ പറ്റില്ല. നാം കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഈ സുരക്ഷിതത്വമുണ്ടല്ലോ, പരസ്പര സ്നേഹമുണ്ടല്ലോ, ഒരു പറമ്പിൽ അമ്പലവും അപ്പുറത്തെ പള്ളിയിൽ ചർച്ചും അപ്പുറത്തെ പറമ്പത്ത് മോസ്കും എല്ലാമായി നിരന്നു നിൽക്കുന്ന ഈ കേരളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാമതും അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ്. UDF മറ്റൊരു ജാഥ നടത്തുന്നു. എന്തൊക്കെയാണ് VD സതീശൻ വിളിച്ചു പറയുന്നത്? 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്കെല്ലാം എന്തോ അസ്വസ്ഥതകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ പറയുകയാണ്. പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്ന് പറയുന്നുണ്ട്. ഏത് യുഗത്തിലേക്കാണ് VD സതീശനും സംഘവും കേരളത്തെ നയിക്കുക? നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന കേരളത്തിലേക്കോ? UDFന്റെ ഭരണകാലത്ത് എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? അതിനു മുമ്പത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണമുണ്ടാക്കിയ നേട്ടങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഓരോ മന്ത്രിമാരുടെ പേരിലും എത്ര അഴിമതി കഥകളാണ് നമ്മൾ കേട്ടത്. അഴിമതി നടത്തി കെടുകാര്യസ്ഥതയിൽ കേരളത്തെ ആകെ നശിപ്പിച്ച് ജനതയെ പൊറുതി മുട്ടിച്ചിട്ട് അവസാനിപ്പിച്ചു പോയ ഗവൺമെൻറ്റായിരുന്നു അത്. എല്ലാ മേഖലകളും. ഇന്ന് VD സതീശൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു അല്പഭാഗം കേൾക്കാൻ എനിക്കിടയായി. സതീശൻ പറഞ്ഞത് കേരളം കടം കയറി മുടിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ കടബാധ്യതയും മറ്റ് സംസ്ഥാനങ്ങളുടെ കടബാധ്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കടബാധ്യത തുലവും കുറവാണ്. കടം വാങ്ങാതെ ചെയ്യാമായിരുന്നു. ഈ സതീശൻ്റെ പാർട്ടി നേരത്തെ കേന്ദ്രത്തിൽ 4-3 ഭൂരിപക്ഷത്തിനൊക്കെ ഭരിച്ചിട്ടുണ്ടല്ലോ, ദീർഘവർഷക്കാലം ഭരിച്ചിട്ടുണ്ടല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറിയ കാലയളവിലും ഭരിച്ചത് കോൺഗ്രസ്സാണ്. പിന്നീട് BJP വന്നു. ഇപ്പം കോൺഗ്രസിൻ്റെ പിടിപ്പുകേടും കോൺഗ്രസിൻ്റെ സഹായവുമാണ് BJPയെ ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരത്തിലേറ്റാൻ കാരണമായത്. ആ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം BJP വീണ്ടും വൻകിട കുത്തകകളുടെ പോക്കറ്റിലേക്ക് ഇന്ത്യയുടെ ധനം ഒഴുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യം വൻതോതിൽ കടപ്പെട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്ക് ഈ രാജ്യം കടപ്പെട്ടിരിക്കുക. സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു തരാൻ കേന്ദ്രത്തിൻ്റെ ഖജനാവിൽ മാന്യമായ രീതിയിൽ സംഭരിക്കാൻ സാധിക്കണം. അവിടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന നികുതി പണം പോലും കുത്തകളുടെ പോക്കറ്റിലേക്ക് ഒഴുക്കിവിട്ട് രാജ്യം വൻതോതിൽ കടമെടുത്ത് കാലക്ഷേപം ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. നമുക്ക് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ പദ്ധതി വിഹിതം കിട്ടിയാൽ, നികുതി വിഹിതം കിട്ടിയാൽ സംസ്ഥാനങ്ങൾക്ക് കടം വാങ്ങേണ്ടതായിട്ട് വരില്ല. സംസ്ഥാനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതം നോക്കണ്ടേ? ആളുകൾക്ക് ഭക്ഷണമുണ്ടോ, പാർപ്പിടമുണ്ടോ, വസ്ത്രമുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, തൊഴിലുണ്ടോ? ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവരുടെ ഭരണകാലത്ത് അതൊന്നും തന്നെ അവരാലോചിച്ചിട്ടില്ല. മന്ത്രിമാർ തമ്മിൽ മത്സരമായിരുന്നല്ലോ, ആരാണ് കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളതിൽ. എല്ലാം തകർന്നു കിടക്കുകയായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ UDF ഭരണകാലത്ത് നമ്മൾ വന്നപ്പോഴാണ് പതിയെ പതിയെ കേരളത്തെ കൈപിടിച്ചുയർത്തിയത്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചത്. VD സതീശൻ ഒരു ഏകാംഗ പ്രകടനമാണ് ഈ പുതുയുഗ യാഥ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള മത്സരമൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം, എല്ലാവർക്കും മന്ത്രിമാരാകണം, അത് മാത്രമാണ് അവരുടെ മിനിമം ലക്ഷ്യം. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഐക്യത്തോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി ഈ കേരളത്തെ ഒരു വികസിത കേരളമായി മാറ്റാൻ, സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കാൻ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരുമയോടുകൂടി അന്തസ്സായിട്ട് മുന്നേറുകയാണ്. നമ്മുടെ കേരളത്തെ ഈ രീതിയിൽ മാറ്റിയെടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട്. ഞാൻ ചരിത്രത്തിലേക്ക് ഒരുപാട് പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഒന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയത്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ അവർക്ക് കഴിയണമായിരുന്നു. ബീഹാറിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയണമായിരുന്നു. ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, എല്ലാ പാർട്ടിക്കാരും കണക്കാണ്, എല്ലാവരും കണക്കാണ്, നിങ്ങൾ ആര് ഭരണത്തിൽ വന്നാലും ഞങ്ങൾക്കെല്ലാം ഒരുപോലെയാണ്. ഇവിടെ അങ്ങനെയുള്ള ആളുണ്ടോ എന്നറിയില്ല. ഇല്ലാതിരിക്കില്ലല്ലോ കുറച്ച് പേരെങ്കിലും. എല്ലാം കണക്കാണോ? കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം നേരത്തെ ബിനോയ് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇവിടെ എന്തുമാത്രം മാറിയിരിക്കുന്നു കേരളം. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളും ബീഹാറികളും ഉത്തർപ്രദേശികളും എല്ലാം ഒരുപോലെയാണ്. കൊടും പട്ടിണി കിടക്കുന്നു. നാട്ടുരാജാക്കന്മാരുടെ ഭരണം, ജന്മിമാരുടെ ഭരണം, അതിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങൾ,
കുനിഞ്ഞുപോയ മനുഷ്യർ ജാതിയുടെയും ഐത്തത്തിൻ്റെയും പേരിൽ വായ്ക്കൈപത്തി ഓച്ചാനിച്ച് അടിയൻ റാൻ എന്ന് മൂളുന്ന പാവപ്പെട്ട മനുഷ്യര് ഇല്ലാത്ത സ്മൃതിയും കുസൃതിയും എല്ലാം എഴുതി പിടിപ്പിച്ച് മനുഷ്യരെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയുമായി തരംതിരിച്ച് താഴ്ന്ന ജാതിക്കാർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്ന് പറഞ്ഞ് അവരെ ചവിട്ടി അരച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ ശിരസിൽ നിന്നുണ്ടായതാണ്, ക്ഷത്രിയൻ കൈകളിൽ നിന്നാണ്, വൈശ്യൻ ഉടലിൽ നിന്നാണ്, ശൂദ്രൻ പാദത്തിൽ നിന്നാണെന്ന് എഴുതി വെച്ചത് ദൈവമല്ല. പക്ഷേ സവർണ മേധാവിത്വം ഇവിടെ പറഞ്ഞു ഇത് ദൈവം എഴുതി വെച്ചതാണ്, ദൈവം തീരുമാനിച്ചതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ദൈവം പറഞ്ഞു എന്നാണ് 1940കളിലും 50കളിലും എല്ലാം ഇന്ത്യയിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് ഇന്ത്യയായി രൂപം കൊണ്ടിട്ടില്ല, ഒരുപാട് നാട്ടുരാജ്യങ്ങളൊക്കെയാണ്. നമ്മൾ ചോദിച്ചു, ഏതെങ്കിലും ഒരു ദൈവം അങ്ങനെ സൃഷ്ടിക്കുമോ? ദൈവം എന്ന് പറയുന്ന സങ്കല്പം വിശ്വാസികൾക്ക് വളരെ വലുതാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന, സർവ്വതിനെയും സംരക്ഷിക്കുന്ന സർവരക്ഷകനാണ് ദൈവമെന്നല്ലേ വിശ്വസിക്കുക? അങ്ങനെയുള്ള ഒരു ദൈവം ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദൈശ്വൈ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായതേ എന്ന രീതിയിലാണ് മനുഷ്യനുണ്ടായതെന്ന് പറയോ? ബ്രാഹ്മണൻ ശിരസിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് വിദ്യയും സ്വത്തുമെല്ലാം സവർണൻ അവകാശപ്പെട്ടതാണ്. ശൂദ്രൻ പാദങ്ങളായതിനാൽ മേലെയുള്ള 3 ജാതിക്കാരെയും സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം ശൂദ്രനാണ്. പാടത്തും പറമ്പത്തും പണിയെടുത്ത് ഇവർക്കാവശ്യമായ ഭക്ഷണവും ഇവർക്കാവശ്യമായ മറ്റ് എല്ലാ വസ്തുക്കളും, കിടക്കാനുള്ള പായയും ഒക്കെ, കഴിക്കാൻ ഭക്ഷണം പാകണം ചെയ്യാനുള്ള പാത്രങ്ങളും എല്ലാം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ശൂദ്രനാണ്. എന്നാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് ഭൂമിയുടെ ഉടമയായിട്ടുള്ള സവർണർ അടിച്ചു മാറ്റും. ആ പാവപ്പെട്ടവന് പട്ടിണി മാത്രമായിരുന്നു പ്രതിഫലം. അതേതെങ്കിലും ഒരു ദൈവം വിധിച്ചതാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? അവിടെയാണ് ഇടതുപക്ഷം പറഞ്ഞത് ദൈവത്തെ പഴിക്കരുത്. ഈ കുറവ് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യരുടെ ജീവരക്തം ഊറ്റിയെടുത്ത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന സമ്പന്നരുടെ ലാഭക്കൊതിയാണ് ഭൂമിയിലെ മനുഷ്യർക്ക് ഈ പ്രയാസമുണ്ടാക്കിയത് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമാണ്. നമ്മളൊരു ദൈവത്തിനും എതിരല്ല. ദൈവത്തിനെ പോലും അപഹസിക്കുന്നത് ദൈവവിശ്വാസികളെന്ന കള്ളനാട്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരൊന്നാണ് എന്ന സോഷ്യലിസ്റ്റ് ആശയം കേരളത്തിൽ പരമാവധി വ്യാപിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് മനുഷ്യരുടെ മോചനത്തിന് സോഷ്യലിസം അല്ലാതെ വേറെ മാർഗമില്ല. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മാത്രമാണ് എന്നല്ല. ആരൊക്കെ മനുഷ്യൻ്റെ തുല്യതയിൽ വിശ്വസിക്കുന്നുവോ, ആരൊക്കെ ഉച്ചനീചത്വങ്ങളില്ലാതെ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ആരൊക്കെ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹമാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അവരൊക്കെ സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസം മീൻസ് ഇക്വാലിറ്റിയാണ്, സമൂഹത്തിലെ തുല്യതയാണ്. ആ തുല്യതയ്ക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. ചിലർ പറഞ്ഞു അതൊരിക്കലും നടപ്പാക്കാനാവാത്ത കാര്യമാണ് സോഷ്യലിസം. പക്ഷേ ഈ ഭൂമിയിൽ ചിലയിടത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സിസ്റ്റം, ഒരു സമൂഹം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സോഷ്യലിസം പരാജയപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല. സോഷ്യലിസം ഒരു ഉട്ടോപ്യൻ ഐഡിയോളജി അല്ല. ഇന്ന് ലോകത്തിലെ ചിന്തകർ മുതലാളിത്തത്തിൻ്റെ ആസുരമായിട്ടുള്ള കടന്നാക്രമണം കാണുമ്പോൾ ലോകത്തിൽ നേരത്തെ സോഷ്യലിസത്തെ അംഗീകരിക്കാത്തവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സോഷ്യലിസം മാത്രമാണ് രക്ഷ. സോഷ്യലിസം ഈസ് നോട്ട് ആൻ ഉട്ടോപ്യൻ ഐഡിയോളജി, ഇറ്റ് ഈസ് ആൻ അച്ചീവബിൾ നെസസിറ്റി എന്നാണ് ഇപ്പോൾ ചിന്തകർ ലോകത്തിൻ്റെ പല ഭാഗത്തും പറയുന്നത്. ഞാൻ സാർവദേശീയ പ്രശ്നങ്ങളൊന്നും ഈ ജാഥയിൽ ഒരുപാട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, എന്തോ ഒരു ബഹളമാണ്. അമേരിക്കയിലെ ട്രംപ് എന്ന് പറയുന്ന ഭീകരൻ മുതലാളിത്തത്തിൻ്റെ വക്താവാണ്. ആ മുതലാളിത്തത്തിൻ്റെ വക്താവാണ് ഇങ്ങ് താഴെയുള്ള VD സതീശനും കൂട്ടരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അവർ ഭരിക്കുമ്പോൾ സ്വീകരിച്ചത് മുതലാളിത്ത നയമാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ പട്ടിണിക്കാരുടെ രാജ്യമായത്. ട്രംപ് യാതൊരു മടിയുമില്ലാതെ ഇന്ത്യയെ കീഴടക്കാൻ പുറപ്പെടുന്നു. സതീശനും ചെന്നിത്തലക്കും കോൺഗ്രസിനും എന്താ അതിൽ പറയാൻ സാധിക്കുക? ഇപ്പോൾ ഈ ഭരണാധികാരികൾ നരേന്ദ്രമോദി ട്രംപിൻ്റെ ഉത്തരവിന് കീഴടങ്ങി സാഷ്ടാംഗം വീഴുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രമാണ് USA, അമേരിക്ക. അതേപോലൊരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നമ്മളൊരു സോവറീൻ റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ആ സോവറിനിറ്റിയുടെ പദം, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യും. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്ത്, തീരുമാനങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി ഏറ്റവും ജനകീയമായിട്ടുള്ള തീരുമാനമെടുത്ത് പിരിയും. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നാട്ടിലേക്ക് വിന്യസിപ്പിക്കും. അതാണ് സോവറിനിറ്റിയുടെ അർത്ഥം. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കി അമേരിക്കയിലെ ട്രംപ് പറയുന്നത് മൂക്കുകൊണ്ട് ഇച്ഛ വരച്ച് കേൾക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇങ്ങനെയൊരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ മോശമൊന്നും ആയിരുന്നില്ല. ഞാൻ ഈ ജാഥ കടന്നു വരുന്നതിനിടയിൽ പത്തനംതിട്ട ജില്ലയിലെത്തിയപ്പോൾ ചിലർ പറഞ്ഞു, അവിടെ ആരോ ക്ഷണിച്ചു, കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ടീച്ചർ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, അവിടം വരെ വരാമോ? ഞാൻ ആ തൊഴിലുറപ്പ് കേന്ദ്രത്തിലേക്ക് പോയി. 94 വയസ്സുള്ള അമ്മമ്മ വരെ ജോലി എടുക്കുന്നുണ്ട്. ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല വീട്ടിൽ. എനിക്ക് പോകണമെന്നാണ്. അവർക്ക് കഴിയുന്നിടത്തോളം കാലം അധ്വാനിക്കട്ടെ എന്ന്. അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ, അധ്വാനിച്ചാൽ അവർക്ക് കൂലി കിട്ടും. ആ കേന്ദ്രത്തിൽ പോയി അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഈ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദം വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ്. കാരണം അന്ന് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ പുറത്തുനിന്ന് പിന്താങ്ങി നമ്മൾ 61 MP മാരുണ്ടായിരുന്നു. ഒരാൾ സ്പീക്കറായി, ബാക്കി 60 MP ഇവരെ പിന്താങ്ങാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് BJP വരാതിരിക്കാൻ, എന്താ BJP വന്നാലുള്ള കുഴപ്പം? BJP മനുസ്മൃതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. RSSൻ്റെ തത്വശാസ്ത്രം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യരെ തമ്മിൽ ജാതി പറഞ്ഞ് വേർതിരിച്ച് കീഴ്ജാതിക്കാരെ ചവിട്ടി അരക്കാൻ ആഗ്രഹിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ് അവർ. മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് മറ്റു മതസ്ഥർ ഇവിടെ വേണ്ട, ഒരു പ്രത്യേക മതത്തിൻ്റെ ഭരണമായിരിക്കും ഇന്ത്യയിൽ എന്ന് പറയുന്നവരാണ്. അതാണ് വർഗീയത. എന്നാൽ ഇന്ത്യക്ക് ആ വർഗീയതക്ക് കീഴ്പ്പെടാൻ വയ്യ. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ പ്രമുഖമായിട്ടുള്ള 5-6 മതങ്ങളുണ്ട്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, സിഖ് ഉണ്ട്, പാഴ്സി ഉണ്ട്, ജൈനനുണ്ട്, ഒക്കെയുണ്ട്. അതിലൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നു. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ താമസിക്കുന്നു. ആയിരക്കണക്കിന് ബുദ്ധ വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് താമസിക്കുന്നവരാണ്. അവരെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനോടൊപ്പം ഇന്ത്യയെ വിഭജിച്ചല്ലോ. ആരാ വിഭജനത്തിന് കൂട്ടുനിന്നത്? അന്നത്തെ ഹിന്ദു മഹാസഭയും അന്നത്തെ മുസ്ലിം ലീഗും. മുഹമ്മദ് അലി ജിന്നക്ക് മുസ്ലിം രാഷ്ട്രം വേണം, ഹിന്ദു മഹാസഭയ്ക്ക്, നമ്മുടെ RSSകാരുടെ മുൻഗാമികൾക്ക് ഇവിടെ ഹിന്ദു രാഷ്ട്രം വേണം. ഇതിന് രണ്ടിനും എതിരായിരുന്നു അന്ന് ഇടതുപക്ഷം. മാത്രമല്ല മഹാത്മജിയും രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിനെതിരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ വർഗീയവാദികളോടൊപ്പം നിന്ന് ഒരു കാലത്തും ഇന്ത്യക്ക് സ്വൈര്യമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് ഇന്ത്യയെ വെട്ടിമുറിച്ചു. ആ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ചോരപ്പുഴ ഒഴുകി. ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ട് ഓടിക്കുന്നു, അവിടെ നിന്ന് ഹിന്ദുക്കളെ ഇങ്ങോട്ട് ഓടിക്കുന്നു. എന്താണ് നടന്നതെന്ന് ഞാൻ വീണ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ട് 5-10 വർഷമായി. അവർ വിഭജന കാലത്ത് ചെറിയ കുട്ടികളായിരുന്ന ചില ആളുകൾ ഈ അടുത്ത കാലത്ത് മുതിർന്ന് 70, 80, 90 ഒക്കെ വയസ്സായിട്ട് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിഭജനത്തിൻ്റെ ദിനങ്ങളിലെ അനുഭവം ചോദിച്ചറിയാൻ വേണ്ടി അത്തരം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് എഴുതിയൊരു പുസ്തകമാണത്, വിഭജനത്തിൻ്റെ നാളുകളിലെ ഇന്ത്യ. മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദു കുടുംബം, ആ കുടുംബത്തിലെ ഒരു 11 വയസ്സുള്ള കുട്ടി ഈ പുസ്തകം എഴുതുന്ന കാലത്ത് അദ്ദേഹത്തിന് 83, 84 മറ്റോ വയസ്സായിരിക്കുന്നു, 85 മറ്റോ ആണ്. ആ പ്രായമുള്ള ആളെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് ചോദിച്ച്, ഓർമ്മയുണ്ടോ ആ ദിനങ്ങൾ? മറക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, ഞങ്ങളുടെ വീട് സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള വീടാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു മുസ്ലിം സുഹൃത്താണ്, അദ്ദേഹം പരമദരിദ്രനാണ്, അദ്ദേഹം കുടില് കെട്ടി പുറമ്പോക്കിൽ താമസിക്കുകയാണ്. പക്ഷേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛന് വേണ്ടി നോക്കി നടത്തിയത് അദ്ദേഹമാണ്. എന്നാൽ ആ കുടുംബാംഗങ്ങൾ വളരെ മര്യാദക്കാരായിരുന്നു. സ്വന്തം വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ആ മുസ്ലിം സഹോദരനെ കണ്ടിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി നെഹ്റുവിൻ്റെ പ്രസംഗത്തിനായി കാതോർത്തിരിക്കുന്നു. സാധാരണക്കാരുടെ വീട്ടിൽ റേഡിയോയും ടെലിവിഷനും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലമാണ്. പക്ഷേ ഈ ഹിന്ദു കുടുംബത്തിന് അന്നൊരു റേഡിയോ ഉണ്ട്. ഒരു റേഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സമ്പന്നർക്ക് മാത്രമേ ആ കാലത്ത് സാധിക്കൂ.
അതുകൊണ്ട് ഈ കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പാതിരാത്രിക്കാണ് നെഹ്റുവിൻ്റെ പ്രസംഗം, എനിക്കും കേൾക്കണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നു, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദം നെഹ്റുവിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ട് എനിക്കും പങ്കിടണം ആ ആഹ്ലാദം. അപ്പോൾ കുടുംബനാഥൻ പറഞ്ഞു, നീ പോകണ്ട, ഇവിടെ ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. രണ്ടുപേരും ഇരുന്ന് അവിടുത്തെ കുട്ടികളും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് നെഹ്റുവിൻ്റെ പ്രസംഗം കേട്ട് ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിന് സംബന്ധിച്ചുള്ള അത്യധികം മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള നെഹ്റുവിൻ്റെ പ്രസംഗം. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോകട്ടെ, വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, നീ ഇറങ്ങരുത്, തെരുവിലെല്ലാം കലാപം നടക്കുന്നതായിട്ട് വാർത്തയുണ്ട്, നീ ഇറങ്ങിയാൽ നിന്നെ കൊന്നുകളയും, ഹിന്ദു വർഗീയവാദികൾ റോന്തു ചുറ്റുകയാണ് നഗരത്തിലെന്നാണ് വാർത്ത, നിന്നെ തെരഞ്ഞു പിടിച്ചു വരും, നിന്നെ കൊല്ലും, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേ കട്ടഹാസങ്ങളും മുഴക്കങ്ങളും കേട്ടു. ആ മനുഷ്യൻ പറഞ്ഞു, അയ്യോ ഇരിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയും കുട്ടികളും തെരുവിൽ ഒറ്റക്കാണ്, അവർക്കെന്ത് സംഭവിച്ചു എന്നറിയില്ല, ഞാൻ പോകും എന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ ഈ 11 വയസ്സുള്ള ബാലൻ ബാൽക്കണിയിൽ വന്ന് ഈ കുടുംബ സുഹൃത്ത് ഇറങ്ങി നടക്കുന്നത് നോക്കി നിന്നു. ഒരു 100 മീറ്റർ അപ്പുറത്തുമ്പോഴേക്കും വലിയ തോതിൽ ജയാരവങ്ങളോടുകൂടി, എന്തൊക്കെയോ ആരവങ്ങളോടുകൂടി, മഹാദേവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരവങ്ങളോടുകൂടി ചാടി വീണു. തൃശൂലവും വലിയ വടിവാളും ഒക്കെ പിടിച്ചിട്ടുള്ള ആളുകൾ അയാളെ വെട്ടി നുറുക്കി കൊന്നു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പിറ്റേന്ന് കണ്ട ദൃശ്യം. എൻ്റെ ജീവിതത്തിൽ ആ ഞെട്ടൽ മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഇതുപോലുള്ള കുറേ ഇൻ്റർവ്യൂകളുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമുമായി ജനങ്ങളെ വേർതിരിക്കാൻ ബ്രിട്ടീഷുകാരും ഒത്താശ ചെയ്തു, ഹൈന്ദവ വർഗീയവാദികളും കൂടെ നിന്നു, അന്നത്തെ ഇസ്ലാം വർഗീയവാദികളും കൂടെ നിന്നു. പക്ഷേ ഇസ്ലാമും ഹിന്ദുവുമായിട്ടുള്ള ഈ രാജ്യത്തെ മനുഷ്യർക്ക് മനസ്സിൻ്റെ നാലയലത്തെ വർഗീയവാദമില്ല. ഇന്ന് മുസ്ലിം ലീഗും ഇന്ന് UDF-ഉം കോൺഗ്രസും എല്ലാം പുനർജനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആ വർഗീയവാദത്തെയാണ്. വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വർഗീയവാദത്തിന് പ്രാമുഖ്യമുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചെയ്യുന്നത്. വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അന്ന് ചൊരിഞ്ഞ ചോര ഇന്നും നമ്മെ ഞെട്ടിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടിട്ടാണ് ഈ രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാകണമെന്ന് നമ്മൾ എഴുതി വെച്ചത്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു മതത്തിന് പ്രാമാണ്യം കിട്ടുന്ന അവസ്ഥയല്ല. എന്നാൽ എല്ലാ മതസ്ഥർക്കും ആരാധന നടത്താം, എല്ലാ മതസ്ഥർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, എല്ലാ മനുഷ്യർക്കും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ കൂടെയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നിലനിർത്തുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നോളം പരിശ്രമിച്ചത്. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളം ഇന്ന് മനുഷ്യർക്ക് വസിക്കാവുന്ന വർഗീയ ലഹളകളില്ലാത്ത ഒരിടമായിട്ട് മാറിയത്. കോൺഗ്രസിൻ്റെ മിടുക്ക് കൊണ്ടല്ല. കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും, അവിടെ ഗുജറാത്തിൽ വലിയ ലഹളയുണ്ടായല്ലോ, കൂട്ടത്തോടെ മനുഷ്യരെ ജനോസൈഡ്, വംശഹത്യക്ക് വിധേയമാക്കിയ നാൾ. ആരെങ്കിലും അവിടെ പോയോ കോൺഗ്രസിൻ്റെ നേതാക്കൾ? ആ വംശഹത്യ നടക്കുമ്പോൾ അവിടെ ഓടിയെത്തിയത് CPIM-ൻ്റെ നേതാവ് ബൃന്ദ കാരാട്ടും സോമനാഥ് ചാറ്റർജിയും കൂടിയാണ് ആളുകളെ ആശ്വസിപ്പിക്കാൻ. അവരാണ് ഈ പാവങ്ങളിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് അവിടെ എത്തിച്ചേർന്നത്. അത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. BD സതീശന് മനസ്സിലായിട്ടില്ല. കേരളത്തെ തകർത്ത് കളഞ്ഞു. ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സതീശൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. പുതിയ യുഗ പിറവി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ യുഗം കോൺഗ്രസിൻ്റെ ഭരണമാണെങ്കിൽ നിങ്ങൾ ഭരിച്ച ഉത്തർപ്രദേശും ബീഹാറുമായിട്ട് ഈ കേരളം മാറും. അതിന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്. ധാരണയുണ്ടെങ്കിൽ ഒരാൾക്കും അത് അനുവദിക്കാൻ പറ്റില്ല. നാം കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഈ സുരക്ഷിതത്വമുണ്ടല്ലോ, പരസ്പര സ്നേഹമുണ്ടല്ലോ. ഒരു പറമ്പിൽ അമ്പലവും അപ്പുറത്തെ പള്ളിയിൽ ചർച്ചും അപ്പുറത്തെ പറമ്പത്ത് മോസ്കും എല്ലാമായി നിരന്നു നിൽക്കുന്ന ഈ കേരളം, ഒരിടത്തുനിന്ന് ബാങ്ക് വിളി മുഴങ്ങുന്നു, അപ്പുറത്തുനിന്ന് മണിമുഴ നടക്കുന്നു. ഒരവസരവും ഇല്ലാതെ അത് കണ്ട് പരസ്പര ബഹുമാനത്തോടെ നിൽക്കാൻ കേരളത്തിൻ്റെ അന്തരീക്ഷം ഒരു UDF-കാരനും ഉണ്ടാക്കിയതല്ല. ഇടതുപക്ഷത്തിൻ്റെ ബോധവും നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ ജനാധിപത്യ ബോധവും ചേർന്ന് ഒരു മതില് പോലെ വർഗീയതക്കെതിരെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ കേരളം സുരക്ഷിതമായി നിൽക്കുന്നത്. ചിലർക്കത് മനസ്സിലാവുന്നില്ല. ചിലർ ഈ വർഗീയവാദത്തിൻ്റെ പുറകെ പോവുകയാണ്, ഈ പറയുന്ന ബഡായികളുടെ പുറകെ പോവുകയാണ്. സതീശൻ പറയുമ്പോൾ കുറേ കാര്യങ്ങളും കൂടി ഓർമ്മിക്കണം. ഞാൻ അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗത്തിന് പോയപ്പോൾ അവരോട് സംസാരിക്കവേ ഞാൻ പറഞ്ഞു,
ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ സപ്പോർട്ട് നൽകിയപ്പോഴാണ് ഈ നിയമം പാസ്സായത്. ഞങ്ങളൊന്ന് സപ്പോർട്ട് നൽകിയില്ലായിരുന്നെങ്കിൽ ഈ നിയമം പാസ്സാവില്ല. അതിന് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കുക. ഫേസ്ബുക്കിലൊക്കെ പരിഹസിച്ച് പോസ്റ്റ് ഇടുകയാണ്, നുണ പറയുന്നു എന്ന് പറയുകയാണ്. ആരാണ് നുണ പറയുന്നത്? ഇന്ന് അതിൻ്റെ രേഖകളെല്ലാം പഴയതെടുത്തു നോക്കി, പകല് പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പണ്ടേ കോൺഗ്രസ് തൊഴിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആണല്ലോ ചിലപ്പോൾ ജോലിക്ക് കൂലി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരിപാടിയൊക്കെ കൊണ്ടുവന്നത്. കൊട്ടിഘോഷിച്ച് ചില പരിപാടി കൊണ്ടുവരും, പിറ്റന്നാൾ അതിൻ്റെ കാറ്റ് പോകും. ഓരോ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ചില ബഡായികൾ പറയുന്നേ ഉള്ളൂ. അത് കേരളത്തിലും ഉത്തരേന്ത്യയിലും എല്ലാം ഒരുപോലെ ആയിരുന്നു. എവിടെ അവരുടെ ജോലിക്ക് കൂലി ഭക്ഷണം? കുറച്ച് എവിടെയൊക്കെയോ ജോലി ചെയ്യിച്ച് എന്തൊക്കെയോ ചെറിയ ഭക്ഷണവും കൊടുത്തവർ പിൻവാങ്ങിയില്ലേ? ഇന്ന് 100-ൽ 30 പേരും ബീഹാറിൽ കൊടും പട്ടിണിക്കാരായത്, UPയിൽ കൊടും പട്ടിണിക്കാരായത് കോൺഗ്രസിൻ്റെ നയമില്ലായ്മയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ നടത്തിയതുപോലെ ഭൂപരിഷ്കരണം നടത്തിയോ? കേരളത്തിൽ നടത്തിയതുപോലെ മിച്ചഭൂമി വിതരണം ചെയ്തോ? കേരളത്തിലേതുപോലെ ഏത് പൗരനും ഒരു തുണ്ട് ഭൂമി രജിസ്റ്റർ ചെയ്ത് അവനവൻ്റെ പേരിൽ സൂക്ഷിക്കാമെന്ന നിയമവ്യവസ്ഥ ഉണ്ടാക്കിയോ? ഈ സംസ്ഥാനങ്ങളിൽ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ 1957 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് കരുതിക്കൂട്ടി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ വെളിച്ചത്തിലാണ് നാം ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. ഒന്നാമത് സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്. 57 അധികാരത്തിൽ വന്ന ഒരു 5-6 ദിവസം ആകുമ്പോൾ തന്നെ EMS ഒരു ഓർഡിനൻസ് ഇറക്കി. ബില്ല് ആയി, അത് അസംബ്ലിയിൽ വന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കുമ്പോഴേക്കും സമയം വൈകും. പക്ഷേ അധികാരത്തിലെത്തിയ ഉടനെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ഭൂസ്വാമിമാരുടെ അധികാരം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ച് 6 ദിവസത്തിനുള്ളിൽ എവിക്ഷൻ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള, കുടിയൊഴിപ്പിക്കൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസ് പാസ്സാക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തത്. അപ്പോഴാണ് കുനിഞ്ഞേ പോയ ഈ മനുഷ്യർ, ആ കൂട്ടത്തിൽ നാരായണനും അഗസ്റ്റിയും മുസ്തഫയും ഒക്കെ ഉണ്ട്. അവർ 2 കാലിൽ നിവർന്നു നിന്ന് ചവിട്ടി നിൽക്കുന്നത് എൻ്റെ മണ്ണാണ്, ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ഒരു പൊന്നു തമ്പുരാനും ഇനി പറ്റില്ല. കേരളത്തിൻ്റെ നിയമസഭയിൽ കുടിയൊഴിപ്പിക്കൽ റദ്ദ് ചെയ്യുന്ന നിയമം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആരെങ്കിലും തല്ലി കുടിയൊഴിപ്പിച്ച കോടതി പോവാം. ഈ ഓർഡിനൻസ് അതിന് ബലം നൽകുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്താൻ നിയമം പാസ്സാക്കിയവരാണ് ഇടതുപക്ഷം. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി P. രാജീവിന് നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാനൊരു സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള സ്കൂളുകൾ കൊണ്ടുവന്നത്, ആശുപത്രികൾ കൊണ്ടുവന്നത്, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതും ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്. 61 സീറ്റുണ്ട്, BJP വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണക്കാം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കോൺഗ്രസിന് അതിൽ ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി. നമ്മൾ പറഞ്ഞു, ഈ രാജ്യത്തെ ഓരോ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. തൊഴിലെടുക്കാനുള്ള അവകാശമായിട്ടത് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ പറയുന്നത് പോലെ തൊഴിലിന് കൂലി ഭക്ഷണം എന്നെല്ലാം പറഞ്ഞൊരു പരിപാടി പോരാ. വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയൊരു പദ്ധതി ഉണ്ടാക്കി ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സാക്കണം. അത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവർ UPA ഗവൺമെൻറ്. പക്ഷേ ആ ഡ്രാഫ്റ്റ് കണ്ടപ്പോഴാകെ നമുക്ക് വിഷമായി. ഇടതുപക്ഷ നേതാക്കന്മാർ അതിനെ എതിർത്തു. അസംബ്ലിയിൽ അത് വന്നപ്പോൾ ചർച്ച ചെയ്തു. ഇത് പോരാ, ആ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിൽ ജോലി ഒരു അവകാശമായിട്ട് കാണാൻ അവസ്ഥയുണ്ടായിരുന്നില്ല. തൊഴിലിന് അപേക്ഷിച്ച 15 ദിവസം തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനാവശ്യമായ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം എന്ന് ശഠിച്ചു ഇടതുപക്ഷം. ആ ശാഠ്യം അവരെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് വന്നപ്പോഴാണ് ഇവർ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിനകത്ത് അത് കൂട്ടിച്ചേർക്കാൻ തയ്യാറായത്. UDFകാർ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിൽ പണമുള്ളപ്പോൾ ഈ പദ്ധതി നടത്താം എന്നായിരുന്നു. നമ്മൾ പകരം വെച്ച ഡിമാൻഡ് പണം ഉള്ളപ്പോഴല്ല, തൊഴിൽ ആവശ്യമുള്ളപ്പോൾ പണം കണ്ടെത്തിയിട്ട് പരിപാടി നടത്തണമെന്നാണ്. ആ മാറ്റവും അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ തയ്യാറായി. അത് ചിദംബരം അന്ന് മിനിസ്റ്റർ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ മറച്ചു വെക്കുന്നില്ല. ഈ നിയമം കുറ്റമറ്റതാക്കി മാറ്റാൻ ലെഫ്റ്റ് വിങ് നടത്തിയിട്ടുള്ള നിർബന്ധം, പ്രഷർ, അവർ ചുമത്തിയിട്ടുള്ള പ്രഷർ, അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അത് ഞാൻ ഇതിൻ്റെ കൂടെ അഭിപ്രായമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അന്നത്തെ ഹിന്ദു പത്രം എഴുതി പാർലമെൻറ്റിൽ ഇടതുപക്ഷം അതിശക്തമായിട്ട് വാദിച്ചു. അങ്ങനെ ഈ പദ്ധതിയെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്ന, ചോദനക്കനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് തൊഴിൽ കൊടുക്കുന്ന, ഡിമാൻഡ് ഡ്രിവൺ ആയിട്ട് എടുക്കണം.
പണം കണ്ടെത്തണം നിർബന്ധമായിട്ടും ഗവൺമെൻറ് എന്ന വശതും കൂടി കൂട്ടിച്ചേർക്കണമെന്ന ഇടതുപക്ഷത്തിൻ്റെ വാദത്തിന് UPA ഗവൺമെൻറ് വഴങ്ങി എന്ന് അന്ന് എഴുതി. നമ്മളെന്തെങ്കിലും നുണ പറയുകയല്ല. നമ്മളന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മറ്റൊരു ജോലിക്ക് കൂലി ഭക്ഷണമായിട്ട് അതെന്നേ മാഞ്ഞു പോയേനെ. പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ ആദ്യം 150 ജില്ലകളിലേ പറ്റൂ. നമ്മൾ ശാഠ്യം പിടിച്ചു, പോരാ, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഇത് തുടങ്ങണം, എല്ലാ പഞ്ചായത്തിലെ ജനങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയണം. ആ നിർബന്ധവും പിന്നീട് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട CPMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ച് അതിൻ്റെ ഒരു അനുശോചനം ഡൽഹിയിൽ ചേരുമ്പോൾ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് മല്ലികാർജുൻ ഖാർഗെ അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു, സീതാറാമിനെ മറക്കാൻ പറ്റില്ല. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ അവരുടെ കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് അതിൽ ഈ മൺരേഖ എന്ന് പറയുന്നത് NREGA, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിന് ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി സീതാറാം നടത്തിയ ഇടപെടൽ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അത്തരൊരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് അവിടെ പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്ത് ധാരണയുണ്ട് അതിനെക്കുറിച്ച്? എന്നിട്ട് അതൊന്നും അറിയാത്ത ഈ സൈബർ ഗുണ്ടകൾ ആ പറഞ്ഞതിനെതിരെ പരിഹാസവുമായി ഇറങ്ങുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, കോൺഗ്രസ്സുകാരുടെ ഏട്ടം ഭാവയാണല്ലോ ഇപ്പോൾ ഭരിക്കുന്ന BJP. തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പുറപ്പെടുകയാണ്. കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ പിന്നീട് അതിൻ്റെ ശക്തി കുറക്കാൻ ശ്രമിച്ചു, അതിന് പണം കുറക്കാൻ ശ്രമിച്ചു. BJP വന്നപ്പോൾ അത് കൂടുതലായി. തുടക്കത്തിൽ 1,16,000 കോടിയിലധികം വകയിരുത്തിയിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം അതിൻ്റെ പേരും മാറ്റി വകയിരുത്തലും മാറ്റി 40,000 കോടിയായിട്ട് ആ തുക വെട്ടിക്കുറച്ച് 60,000 കോടി എന്നാണ് പറയുന്നത്. അത്രയൊന്നും നമുക്ക് വകയിരുത്തി കിട്ടുന്നില്ല. 40-നും 60-നും ഇടയിലാണ് ആ തുക വകയിരുത്താൻ BJP ഗവൺമെൻറ് അതിൻ്റെ പേര് മാറ്റി മഹാത്മാഗാന്ധിയുടെ പേരിടാൻ പറ്റൂല എന്ന്. കോൺഗ്രസ്സുകാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. മഹാത്മാഗാന്ധിയുടെ പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കത്ര പിടിച്ചില്ല. ഇടതുപക്ഷം ശക്തമായിട്ട് പ്രതിഷേധിച്ചു. VBG റാംജി പേര് മാറ്റി. എല്ലാറ്റിൻ്റെ അകത്ത് ഒരു റാം വന്ന കാര്യം സുഖമായി. റാമിനോട് നമുക്ക് എതിർപ്പൊന്നും. മര്യാദ പുരുഷോത്തമൻ നല്ല നീതി വ്യവസ്ഥ നടപ്പിലാക്കി എന്നൊക്കെ ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ആ വശത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ആ പേര് പറഞ്ഞിട്ട് അതിന് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന BJPക്കാർക്ക് ആ പേര് പോലും പറയാൻ അവകാശമുണ്ടോ? വികസിത് ഭാരത് ഗ്യാരണ്ടി, റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ, ആർക്ക് പറയാൻ പറ്റും? നാക്കുളിക്ക് പോവില്ല ഈ പേര് പറഞ്ഞാൽ. എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് ചെയ്യുന്നതോ ഇനി തൊഴിലുറപ്പിനുള്ള തുക വെട്ടിക്കുറക്കുക മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് എടുത്തോളണമെന്ന. ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിച്ചെടുക്കുന്ന നികുതി വിഹിതം നമുക്ക് കിട്ടാനുള്ള പദ്ധതി വിഹിതം ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് അല്ലേ, സംസ്ഥാനങ്ങളുടെ യൂണിയൻ അല്ലേ കേന്ദ്രം. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ രാജഭരണം വേണ്ട, ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാകട്ടെ, സംസ്ഥാനങ്ങൾ ജില്ലകളായി തിരിക്കട്ടെ, ജില്ലകൾ പഞ്ചായത്തുകളായിട്ട് തിരിയട്ടെ. അങ്ങനെയാണല്ലോ വികേന്ദ്രീകൃത ഭരണം നടത്തേണ്ടത്. ആ സംസ്ഥാനങ്ങളുടെ നികുതി പണമെല്ലാം കേന്ദ്രത്തിലേക്ക് ചെല്ലും. ഒരു സംസ്ഥാനവും വേറിട്ട് പോകാൻ പാടില്ല. എല്ലാവരും ഇന്ത്യൻ യൂണിയനിൽ അംഗങ്ങളാണ്. ഇന്ത്യൻ യൂണിയൻ ഈ സംസ്ഥാനങ്ങൾ ഭരിക്കാൻ ആവശ്യമായ പദ്ധതി വിഹിതം അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നല്ലേ വെപ്പ്. നമുക്ക് കിട്ടാറുണ്ടോ? ഉത്തർപ്രദേശിനും മധ്യപ്രദേശിനും വാരി കോരി കൊടുത്തല്ലോ. ഒരു തവണ K. കരുണാകരൻ ഭരിക്കുന്ന സമയത്ത്, അതിനുശേഷം ഇടതുപക്ഷം വന്നപ്പോൾ പറഞ്ഞു, ദാ നോക്കിവിടെ UDF വന്നാലേ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടൂ. ഇപ്പം BJPക്കാരും അതേ പല്ലവിയാണ്. BJP ഗവൺമെൻറ് ഉള്ളിടത്ത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടും. അതൊന്നൊരു ന്യായമായിടോ? ഇനി കിട്ടിയെന്ന് കൂട്ടിക്കോ, എന്താ ഗുണം? ബീഹാറിൽ മേലെയും കോൺഗ്രസ് താഴെയും കോൺഗ്രസ് വാരിക്കോരി കൊടുത്തു. എന്താ ബീഹാറിലെ ജനങ്ങളുടെ സ്ഥിതി? ഞാൻ കഴിഞ്ഞൊരിടത്ത് പറഞ്ഞു, ഈ മാതൃഭൂമി ചാനലുകാർ 2 ചെറുപ്പക്കാർ വോട്ടർ സൈക്കിൾ ഡയറി എന്നൊരു പരിപാടിയും കൊണ്ട് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുന്നിടത്തെല്ലാം ഇവർ ഈ സൈക്കിൾ എടുത്തിട്ട് പോവും. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്നൊക്കെ പറയുന്ന പത്രാസിലാണ് അവർ സ്കൂട്ടർ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഞാൻ പറഞ്ഞു, വലിയ പേരെല്ലാം ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്? അത് തെരഞ്ഞെടുപ്പുള്ളിടത്തെല്ലാം ഞങ്ങൾ പോകും ടീച്ചർ, എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കും. നിങ്ങളെവിടെ പോയി? ഞങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോയി. അവരെന്നെ കാണിച്ചു തന്നു. ബീഹാറിലെ ഒരു ഗ്രാമം കാണാൻ, കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ബൈക്കോടിച്ച് അവിടെ എത്തുമ്പോൾ ദൂരെ നിന്നേ കാണുന്നുണ്ട് ഇങ്ങനെ കുടിലുകൾ കെട്ടി മനുഷ്യന്മാർ താമസിക്കും. അവിടെ എത്തിയപ്പോൾ കുപത്താണ്ട് അങ്ങോട്ട് കയറാൻ പറ്റും. നിങ്ങൾക്ക് കാണാം വോട്ടർ സൈക്കിൾ ഡയറി ബീഹാർ മാതൃഭൂമി ചാനൽ അടിച്ചു കൊടുത്താൽ മതി. എന്താ ഇങ്ങനെ നാറുന്നത്? അപ്പോൾ പറഞ്ഞു, നാറില്ലേ, ഞങ്ങൾക്ക് രാവിലെ എണീറ്റാൽ മലവിസർജനം ചെയ്യണ്ടേ,
അതിന് വിശാലമായ പാടശേഖരമൊക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കുറേ ദൂരെ പോയിട്ട് ചെയ്തൂടെ? അപ്പം അവർ പറഞ്ഞാവുന്നു, ഞങ്ങളുടേതല്ല, ഈ ലാൻഡ് ലോർഡ് ഈ സ്ഥലത്ത് കുടിൽ കെട്ടാനാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. അവിടെ പോയി കുത്തിയിരുന്നാൽ അപ്പം മണ്ടക്കടിക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് പോയി കുത്തിയിരിക്കാന്ന് വെച്ചാൽ അപ്പോഴും ഗുണ്ടകൾ ഒളിച്ചു നിൽക്കുന്നുണ്ട്. കുത്തിയിരിക്കുമ്പം മണ്ടക്കെട്ടടി. ഇതിനേക്കാൾ അഭിശപ്തമായിട്ടുള്ള ഒന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം കഴിഞ്ഞ ഒരു രാജ്യത്തിലെ പൗരന് അനുഭവിക്കാനുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു സാരേ ദേശവാസിയോവും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുക. എന്നിട്ടോ ലോകത്തോട് പറയാണ് ഇന്ത്യ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയിരിക്കുന്നു. എന്താ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിൽ ആരും വെളിം പ്രദേശത്ത് മലവിസർജനം ചെയ്യുന്നില്ല, എല്ലാവർക്കും കക്കൂസായിരിക്കുന്നു എന്നാ. ഈ പാവപ്പെട്ട ബിഹാരികൾ ഏത് ലോകത്താണാവോ? അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു കുഴിക്കക്കൂസ് കുത്തി കൊടുത്തിട്ടാണെങ്കിൽ സാരമില്ല. കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റുമോ ഇതിൽ നിന്ന്? 4ൽ 3 ഭൂരിപക്ഷത്തിന് എത്ര കാലം ഭരിച്ചു കോൺഗ്രസ് ബീഹാറും ഉത്തർപ്രദേശും എല്ലാം? അവിടുത്തെ ജനങ്ങൾക്ക് മഴ നനയാതെ കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കി കൊടുത്തോ? കേരളമോ? സതീശൻ ഏത് യുഗത്തിലേക്കാണ് നയിക്കേണ്ടത് കേരളത്തെ? ഈ കേരളത്തിൽ 10 വർഷക്കാലം ജനങ്ങൾക്ക് ഭയങ്കര കഷ്ടമായിരുന്നു എന്നാണ് സതീശൻ പറയുന്നത്. പറയണം, ഇവിടെ എന്തായിരുന്നു അവസ്ഥ? 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ചേർന്ന് ഈ കേരളത്തെ ആധുനികതയിലേക്ക് നയിക്കുകയാണ്. അതേ സമയത്ത് ഈ കേരളത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങളെ ഒന്നുകൂടി രക്ഷപ്പെടുത്താനുള്ള നടപടികൾ എടുക്കുന്നു. അവിടെ 30% ആണെങ്കിൽ ഇവിടെ 0.7% അതിദാരിദ്ര്യം ഉണ്ടായിരുന്നുള്ളൂ. അവർ നന്നായി ചമ്രം പടിഞ്ഞിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട്. ഈ അതിദരിദ്രരെ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ ഉത്തർപ്രദേശുകാർ? കോൺഗ്രസ്സുകാർക്ക് അവിടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ആ അതിദരിദ്രരെ കണ്ടെത്താൻ സർവേ നടത്തി 0.7% പഞ്ചായത്തുകൾ കണ്ടെത്തി 64,006 കുടുംബം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു, നിങ്ങൾ ഇത് പരിഹരിക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കണം, പൈസ ചെലവഴിച്ചോളൂ. പഞ്ചായത്തുകൾ പ്രോജക്റ്റ് ഉണ്ടാക്കി, ഈ കുടുംബങ്ങളെ കണ്ടെത്തി. ചിലർക്ക് റേഷൻ കാർഡില്ല, ചിലർക്ക് ഗുരുതരമായ രോഗം വന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിയുന്നില്ല, ഒറ്റപ്പെട്ടു പോയി. അത്തരം ആളുകളെ കാണണം. ചിലർക്ക് പട്ടയമില്ല, അവരെയെല്ലാം കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യം പരിഹരിച്ച് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം സ്ഥിരമായിട്ട് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി കൊടുത്തു. മട്ടന്നൂർ മണ്ഡലത്തിൽ പഞ്ചായത്തുകളിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ എന്നെയും കൂടി വിളിച്ചു. ഒരു പഞ്ചായത്തിൽ 60 കുടുംബങ്ങൾ, മറ്റേ പഞ്ചായത്തിൽ 73 കുടുംബങ്ങൾ. അവർ വന്ന് നിരന്നിരുന്നു. അവരുടെ വളരെ പ്രധാനപ്പെട്ട കടുത്ത പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവരെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ അർത്ഥം കേരളത്തിലെ പട്ടിണി, കേരളത്തിലെ വിഷമാവസ്ഥ പൂർണ്ണമായി പോയി എന്നല്ല, പട്ടിണി അവസാനിച്ചു. പക്ഷെ കേവല ദാരിദ്ര്യം, മറ്റു ചില കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് കേരളത്തിൽ. അതും പരിഹരിക്കാൻ വേണ്ടിയാണ് വരാനിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ കേവല ദാരിദ്ര്യവും പരിഹരിക്കാൻ പദ്ധതി ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞത്. ഉണ്ടോ UDFന് പദ്ധതി? സതീശൻ പറയുന്നത് കേരളത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററായിരുന്നു എന്നാണ്. പറയണം പ്രതിപക്ഷ നേതാവേ, ഞാൻ ആരോഗ്യമന്ത്രിയുടെ പദവി ഏറ്റെടുക്കുന്നത് UDFൻ്റെ ശിവകുമാറിൻ്റെ ആ ഭരണം ആരോഗ്യ വകുപ്പ് നിയന്ത്രിച്ചതിൻ്റെ തൊട്ട് പിന്നിൽ അതിനുശേഷമാണല്ലോ. എന്തായിരുന്നു കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി? ഡോക്ടർമാരുണ്ടോ? മരുന്നുണ്ടോ? ആശുപത്രി ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാൻ പോലും പറയാൻ UDFന് തോന്നിയിട്ടില്ലല്ലോ. വന്ന ഉടനെ തന്നെ എന്നോട് ചിലർ പറഞ്ഞു, ടീച്ചർ ഒന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സന്ദർശിക്കണം. വന്നിട്ട് 1-2 മാസമേ ആയിട്ടുള്ളൂ. ഞാനെന്നിട്ട് DHSനെ എല്ലാം കൂട്ടി ജനറൽ ആശുപത്രി സന്ദർശിക്കാൻ പോയി. എൻ്റെ കൂട്ടരെ കാണേണ്ട കോലമാണ്. ആശുപത്രിയിലേക്ക് കയറുമ്പം തന്നെ 5 വർഷക്കാലത്തെ സകല വേസ്റ്റും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരു ചെറിയ ഗാരേജ് ഉണ്ട് അവിടെ പഴകിയ തുണികൾ, കുപ്പികൾ, പ്ലാസ്റ്റിക് എല്ലാം ചേർന്നിട്ട് അട്ടിയായി കിടക്കുന്നു. ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ വാർപ്പിൻ്റെ മേലെ നിന്ന്, ഈ ഗാരേജിൻ്റെ വാർപ്പിൻ്റെ മേലെ നിന്ന് പുക ഉയരും പോലെ. എന്താണാവോ എന്ന് വെച്ച് നോക്കുമ്പം അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ഡെങ്കി കൊതു മുട്ടയിട്ട് വിരിഞ്ഞിട്ട് ഡെങ്കി കൊതുകൾ കൂട്ടത്തോടെ പറക്കുന്നതാ. ഈ ഡെങ്കി കൊതുകിനൊരു ചെറിയ വെള്ള നിറമാണ്, അറിയാലോ. അത് കൂട്ടത്തോടെ പറക്കുമ്പോൾ എന്തോ പുക ഉയരുന്നത് പോലെ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ആരോഗ്യ പ്രവർത്തകൻ ഒരു ഗോവണി എടുത്തുകൊണ്ട് വന്ന് വെച്ച് കയറി മേലെ നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് വരുന്നു. ഇത് ആശുപത്രിയിലെ ജീവനക്കാർ പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇടപെട്ടിട്ടില്ലെന്നെങ്കിൽ അങ്ങനെ നിൽക്കും. ഞാൻ നല്ല കണക്കിന് പറഞ്ഞു. അത് ചിലർ വീഡിയോ എടുത്തിട്ട്
ഈ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് കുറച്ച് ഷാർപ്പായി പോയി പറയുന്നത്. ഈ വാർത്ത കേട്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഈ നേതാക്കൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ടീച്ചർ ഞങ്ങൾ നാളെ രാവിലെ വന്ന് ആ ആശുപത്രിയുടെ പരിസരം വൃത്തിയാക്കട്ടു. ഞാൻ പറഞ്ഞു, സന്തോഷമേ ഉള്ളൂ, നിങ്ങൾ പോര്. ഒറ്റയൊരു കാര്യം, രാവിലെ 9 മണിക്ക് ടീച്ചർ വന്നിട്ട് ഇതൊന്ന് തുടങ്ങിത്തരണം. ഞാൻ ആശുപത്രിക്കാരോട് ചോദിച്ചു, ഈ ടോയ്ലറ്റിലെ മറിഞ്ഞു വീണ ഇന്ത്യൻ ക്ലോസറ്റ് പണ്ടെന്നോ ഉള്ള മനം ഉണങ്ങി പിടിച്ചതിൻ്റെ പാട്, ഇന്ത്യൻ ക്ലോസറ്റ് അടഞ്ഞ് വെള്ളം നിലത്ത് പുഴുതുരക്കുന്നു, നിങ്ങൾക്കിത് നന്നാക്കാൻ പണമുണ്ടോ? അപ്പോൾ ഈ പണത്തെക്കുറിച്ച് എനിക്കറിയാമെന്ന് കരുതിയിട്ട് മടിച്ചു പറഞ്ഞു, പണമുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ HDSൽ എത്ര പണമുണ്ട്? 1.25 കോടിയോളമുണ്ട്. ഇവിടെ പൈസ എവിടെ വെച്ചാൽ മതിയോ? ഒരു ഇച്ഛാശക്തി വേണ്ടേ? ഒരു സംവിധാനത്തെ ചലിപ്പിക്കണമെന്ന്, ഒരു സംവിധാനത്തെ വൃത്തിയാക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എത്ര ദിവസം വേണം ഇത് വൃത്തിയാക്കാൻ? പൈസ ഇല്ലെങ്കിൽ തരാം, കുഴപ്പമൊന്നുമില്ല. വേണ്ട മേഡം, ഇവിടെ പൈസയുണ്ട്. എത്ര ദിവസം വേണം? ഒരാഴ്ച കൊണ്ട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, 2 ആഴ്ച എടുത്തോളൂ. 2 ആഴ്ച കൊണ്ട് ഇത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. 2 ആഴ്ച കൊണ്ട് വൃത്തിയാക്കി അതിമനോഹരമാക്കിയിട്ട് മാറ്റി. നമ്മൾ ഗവൺമെൻറ് മന്ത്രിമാർ ഒരു സിസ്റ്റത്തെ നമ്മുടെ പോളിസി അനുസരിച്ചാണ് ചലിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. പക്ഷേ ഇടതുപക്ഷത്തിനൊരു പോളിസി ഉണ്ട്. അന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത്, നമ്മുടെ ആശുപത്രികൾ ഹൈടെക് ആവണം, നമ്മുടെ ആശുപത്രികൾ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആവണം, നമുക്കിതൊന്ന് ഉടച്ചു വാർക്കണം. അങ്ങനെയാണ് കിഫ്ബി ഫണ്ട്, ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, അതിൽ നിന്ന് കാശെടുത്ത് ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചത്. സതീശൻ പറയണം, ഇന്നലെ ഇവിടെ നമ്മുടെ രാജീവ് മിനിസ്റ്റർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഇവിടെ എറണാകുളത്ത് ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചിൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനം ചെയ്തു. 300 കോടിയിലേറെ രൂപ ചെലവഴിച്ചിട്ട്. അതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന കാലത്ത് എനിക്കും ഒരു ഭാഗ്യം കിട്ടി അതിൻ്റെ ഒരു ഭാഗമാകാൻ. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് അതിൻ്റെ പണം പാസ്സാക്കിയത്. വലിയ ആശുപത്രി ആയതുകൊണ്ട് ഇത്തിരി സമയമെടുത്തു അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. വീണ ജോർജ് വന്നപ്പോൾ അവരതിനകത്ത് ഇടപെട്ടു. ആ നിർമ്മാണം പൂർത്തിയായി. രാജീവ് MP ആയ സമയത്ത് തന്നെ, മിനിസ്റ്റർ ആവുന്നതിന് മുമ്പേ, എറണാകുളത്തെ ആശുപത്രികൾ നന്നാക്കുന്നതിന് ഒട്ടേറെ, എനിക്കറിയാം, ജനറൽ ഹോസ്പിറ്റലൊക്കെ നമ്മൾ കിഫ്ബിയുടെ പണമൊക്കെ കൊണ്ടുവന്ന് പുതിയ ബ്ലോക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ രാജീവ് MP എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ എന്ന് പറയാം, എവിടുന്നാ പണം കിട്ടുന്നത്? അതെല്ലാം ഇവിടെ CSR ഫണ്ടുകളും അതുപോലെ മറ്റ് MP-മാരുടെ ഫണ്ടുകളും ഒക്കെ വാങ്ങിയെടുത്തിട്ട് നമ്മുടെ ആ ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് പോലെ ഭംഗിയാക്കി മാറ്റി. അവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അടക്കം നടത്തുന്നു. UDF-കാർക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നുവെന്ന്? UDF-കാരുടെ കാലത്ത് എത്ര കല്ലുകൾ കടന്നു. കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ UDF ആയിരുന്നു അധികാരത്തിലിരുന്നതെങ്കിൽ യാഥാർത്ഥ്യമാകുമോ? ഉമ്മൻചാണ്ടി ഇട്ട ഏതെങ്കിലും ഒരു കല്ല് കെട്ടിടമായിട്ട് മാറിയിട്ടുണ്ടോ? കല്ല് തടഞ്ഞിട്ട് നടക്കാൻ പറ്റുമായിരുന്നില്ല. കല്ലിടാൻ മിടുക്കന്മാരായിരുന്നു. ഇത് കല്ല് ഭരണമല്ല. ഇത് വളരെ വളരെ താല്പര്യത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി. അവിടെ മലബാർ ക്യാൻസർ സെൻറ്റർ ഉണ്ട്, വടക്ക്. തെക്ക് RCC ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. മലബാർ ക്യാൻസർ സെൻറ്റർ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി സഖാവ് പിണറായിയുടെ അതീവ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഞാനതിൻ്റെ ചരിത്രമൊന്നും പറയണ്ട. ജനങ്ങൾക്ക് വേണ്ടി അത്തൊരു സ്ഥാപനം കൊണ്ടുവന്നതിന് അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപമാണ് കേട്ടത്, എന്തെല്ലാം കള്ളക്കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്. ഇന്ന് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനും ക്യാൻസർ പേഷ്യൻസിന് ആശ്വാസമുണ്ടാക്കാനും കഴിയുന്ന ലോകോത്തര സ്ഥാപനമായിട്ട് മലബാർ ക്യാൻസർ സെൻറ്റർ വളർന്നിരിക്കുന്നു. RCC നേരത്തെ ഉണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോൾ 400 കോടിയിലേറെ ചെലവഴിച്ച് RCCക്കും അത്യാധുനികമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ എപ്പോൾ പറഞ്ഞു കേട്ടതാണ്, പക്ഷെ കല്ലിന്മേൽ കല്ല് വെച്ചിട്ടില്ല. അവിടെയാണ് നല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഈ 2 ക്യാൻസർ സെൻറ്ററുകളേക്കാൾ ഒരുപക്ഷെ വലുതായിട്ട് വരാനിരിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിനെ നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഇനി ഒരുപാട് അവിടെ ചെയ്യാനുണ്ട്. ഈ ആരോഗ്യമാണോ വെന്റിലേറ്ററിൽ? നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്കെല്ലാം 300 കോടി മുതൽ 700 കോടി വരെ രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ വരുന്ന സമയത്ത് 2016 ഒരു മെഡിക്കൽ കോളേജുകളിലും ഈ കരൾ മാറ്റ ശസ്ത്രക്രിയയില്ല. അപ്പോൾ നമുക്കൊരു പോരായ്മ തോന്നി. ഉടനെ തന്നെ നമ്മൾ ഇടപെട്ടു. സർക്കാർ സർവീസിലുള്ള ഒരു ഡോക്ടർ സിന്ധു കരൾ മാറ്റ ശസ്ത്രക്രിയയുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ വിട്ട് 1 വർഷത്തെ ട്രെയിനിങ് കൊടുത്തു.
തിരിച്ചു വന്നപ്പോൾ ബിന്ദു പറഞ്ഞു, എനിക്ക് ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുക്കണം മാഡം, എന്നെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട്. തിരുവനന്തപുരത്താണോ കോട്ടയത്താണോ ആലോചിച്ചു. തിരുവനന്തപുരം കുഴപ്പമില്ല, പക്ഷേ കോട്ടയത്ത് നല്ലൊരു ടീമുണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ അതുപോലെ VN വാസവനും പറഞ്ഞു കോട്ടയത്ത് തന്നാൽ. വാസവൻ ആ കമ്മിറ്റിയുടെ വികസന സമിതി കൺവീനറായിരുന്നു. സുരേഷ് കുറുപ്പ് അവിടുത്തെ MLA ആയിരുന്നു. അവരെല്ലാം പറഞ്ഞു ആദ്യം കോട്ടയത്ത് തുടങ്ങാം ടീച്ചർ. ഞാൻ ആ സിന്ധുവിനെ എവിടെ പോസ്റ്റ് ചെയ്തു വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ തുടങ്ങണമെന്നുണ്ട്. അതുതന്നെയല്ലേ നിങ്ങളോട് ആരോഗ്യരംഗം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ധൈര്യമായിട്ട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവിടെ സംവിധാനം എല്ലാം ഉണ്ടാക്കി. ഇത് പെട്ടെന്നാവില്ല, അതിനുള്ള സംവിധാനം. കരൾ എടുക്കുന്ന ഭാഗം വേണം, കരൾ പിടിപ്പിക്കുന്ന ഭാഗം വേണം, ഹൈജീനിക് ആയിരിക്കണം. ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഈ അവയവം ശരീരം എടുക്കാത്ത അവസ്ഥ വരും, പരാജയപ്പെടും. എല്ലാം കൃത്യമാക്കി ഇൻഫെക്ഷൻ കൺട്രോളുള്ള നല്ല മോഡുലാർ തിയേറ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് 5-ലേറെ കരൾ മാറ്റ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നു. സതീശൻ പറയണം ആരോഗ്യം വെന്റിലേറ്ററിലാണെന്ന്. കേട്ടോ, നിങ്ങളുടെ കാലത്തെ ആരോഗ്യരംഗവും ഇപ്പോഴത്തെ ആരോഗ്യം തമ്മിലും താരതമ്യം ചെയ്യാൻ പറ്റുമോ? 2016 ഞങ്ങൾ വരുമ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. പക്ഷേ കുറേ വർഷങ്ങളായി 12-ൽ നിൽക്കുക. അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത്, ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്. സഭ പറഞ്ഞത് എല്ലാ രാജ്യങ്ങളും ശിശുമരണ നിരക്ക് 50-ൽ താഴെയായിട്ട് കുറക്കണം. നമുക്ക് പിന്നെ കുറക്കേണ്ട കാര്യമില്ല, 12 പക്ഷേ ഞങ്ങൾക്ക് ക്ഷമയുണ്ടായില്ല, നമുക്കും കുറക്കണം. എങ്ങനെ കുറക്കണം? ഒറ്റയാക്കാക്കണം, സിംഗിൾ ഡിജിറ്റ് ആക്കണമെന്ന് തീരുമാനിച്ചു. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ ശിശുമരണ നിരക്ക് ഉണ്ടാവാനുള്ള കാരണം പഠിക്കും, എന്നിട്ട് ആ കാരണം ഇല്ലാണ്ടാക്കണം. ഒരു കോസ് ഉണ്ടാവും എല്ലാത്തിനും. ഡോക്ടർമാർ 2 മാസം എടുത്ത് വേർതിരിച്ച് കൊണ്ടെത്തുന്നു. നേരത്തെ കാരണമൊക്കെ പഠിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഒന്നുകൂടി പരിശോധിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, മാഡം 30% ശിശുമരണ നിരക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് കൊണ്ടാണ്. ജന്മനായുള്ള ഹൃദയ വൈകല്യം. ജനിച്ച ഉടനെ ആ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഈ വൈകല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം കുട്ടി. എന്നാൽ നമുക്കത് തുടങ്ങാം. പക്ഷേ അത് സാധാരണ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പീഡിയാട്രിക് കാർഡിയാക് സർജറി അന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ഹൃദ്യം. അത് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ. ആ ഓപ്പറേഷന് വിധേയരായ കുട്ടികളുടെ രക്ഷിതാക്കൾ എവിടെ കണ്ടാലും, ഞങ്ങളെയൊക്കെ കണ്ടാൽ ഓടി വരും. എന്നെ ആയാലും വീണ ജോർജിനെ ആയാലും ഒക്കെ. കാരണം എന്താണ്? അവരുടെ കുഞ്ഞെ അപ്രതീക്ഷിതമായി ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോകുമെന്ന് കരുതിയ കുട്ടി. എല്ലാ ഡെലിവറി പോയിന്റിലും അന്ന് ആളുകളെ പരിശീലിപ്പിച്ച് നിർത്തി. ഇത് പരിശോധിച്ച് ഹൃദയ വൈകല്യം ഉണ്ടെങ്കിൽ ഉടനെ ഹൃദയത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ പ്രത്യേകം ഡോക്ടർമാരെ ഇരുത്തി. എല്ലാ ജില്ലയിലും കേന്ദ്രങ്ങൾ തുറന്നു. അങ്ങനെ ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ജില്ലയിൽ നിന്ന് ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് ഓടിച്ചെന്ന് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഓപ്പറേഷനുള്ള ആശുപത്രിയിലേക്ക് വരും. പക്ഷേ സ്വകാര്യ ആശുപത്രികളിലെ അന്നുള്ളൂ. അവരെ വിളിച്ചു, അമൃതയുടെ മാനേജർ വിളിച്ചു, ലിറ്റിൽ ഫ്ലവർ, ലിസി, ആസ്ട്രമിംസ്, അതുപോലെ ലേക്ക് ഷോർ, ഇവരെല്ലാം വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ നടത്തി കൊടുക്കണം, പൈസ നിങ്ങൾ കൊള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അത്ര തരില്ല, എന്നാലും ന്യായമായിട്ടുള്ള പൈസ ഗവൺമെൻറ് തരും. തികച്ചും ഫ്രീ ആയിട്ട് സൗജന്യമായി കുട്ടികളുടെ ഓപ്പറേഷൻ നടത്തി സുഖപ്പെടുത്തി അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. അതാണ് ഇടതുപക്ഷം ചെയ്തത്. ആ ഹൃദ്യം പദ്ധതി അടക്കം നടപ്പാക്കിയതിൻ്റെ ഫലം എന്താ കൂട്ടരെ? 2020 നീതി ആയോഗിൻ്റെയും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെയും കണക്കിൽ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 5 കുറഞ്ഞിരിക്കുന്നു. 12-ൽ നിന്ന് 5 കുറവുണ്ടല്ലോ, അതാണ് ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം. UDF-ന് അവകാശപ്പെടാൻ സാധിക്കുമോ? മാതൃമരണ നിരക്ക് 67-ൽ നിന്ന് 19 67-ൽ നിന്ന് 19 ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് 70 ആക്കാൻ. ഇന്ത്യയുടെ പല ഭാഗത്തും 70-ലൊക്കെ കൂടുതലാണ്, 100, 120 അതിൻ്റെ മേലെയൊക്കെയാണ്. പക്ഷെ കേരളത്തിൽ 67. അവിടെ നിന്ന് കുറക്കാൻ തീരുമാനിച്ചു. ഒരു സ്ലോഗൻ നമ്മൾ ഉയർത്തി. എന്താ വിളിച്ചത്? 30/20, 20/30. 2020-ൽ 30 ആക്കണം, 2030-ൽ 20 ആക്കണം. പക്ഷെ നാം നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചപ്പോൾ 2020-ൽ തന്നെ മാതൃമരണ നിരക്ക് 19. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം പിന്നീട് കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ കാലഘട്ടം. ആ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 2ാം പിണറായി സർക്കാർ അതിനെ കൂടാതെ പിടിച്ചു നിർത്തി. കോവിഡിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും ഉണ്ടായിട്ടും ശിശുമരണ നിരക്ക് 5, മാതൃമരണ നിരക്ക് 19.
ഈ ആരോഗ്യ വകുപ്പാണോ വെന്റിലേറ്ററിൽ? അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. നമ്മൾ ഉണ്ടാക്കിയ നേട്ടമെല്ലാം തല്ലിക്കെടുത്താൻ UDF വന്നാൽ എന്ത് സ്വൈര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ നടത്തുന്ന ജാഥയെ തന്നെ പ്രസംഗിക്കാൻ അടിയും പിടിയ. ഞങ്ങളാണെങ്കിൽ പ്രസംഗിക്കാൻ ഓരോരുത്തരും അങ്ങോട്ടും നിങ്ങൾ പ്രസംഗിക്ക് എന്ന് പറയും. അപ്പോൾ അവർ പറയും, അല്ല സഖാവ് പ്രസംഗിക്ക്. ആര് പ്രസംഗിച്ചാലും ഒരേ പോയിൻ്റല്ലേ പറയുന്നത്. ഇവിടെ ഞാൻ പ്രസംഗിച്ചാലും ജാഥാംഗങ്ങൾ എല്ലാവരും അതിമനോഹരമായിട്ട് പ്രസംഗിക്കുന്നവരാ. ലത്തീഫ് ഇവിടെ പ്രസംഗിക്കേണ്ട ആളാ. ഞാൻ പറഞ്ഞു, ലത്തീഫ് ആദ്യം പ്രസംഗിക്കുക INLൻ്റെ, അല്ല ടീച്ചർ ആദ്യം പറയും, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഞങ്ങൾ. പക്ഷേ അവിടെ തല്ലും പിടിയും ബഹളമാണ്. ഇടോ, ഇങ്ങനെ ബഹളം വെക്കുന്നവർ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ജനങ്ങളുടെ പ്രശ്നം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമോ? ഞാനിനി ദീർഘിപ്പിക്കുന്നേ ഇല്ല. രാജീവ് മിനിസ്റ്റർ ഇവിടെയുണ്ട്, ലത്തീഫ് പ്രസംഗിക്കണം, ജാഥ ഇപ്പോൾ വരും. നമ്മുടെ കേരളം ജനങ്ങളെ സുസ്ഥിര ജീവിതത്തിലേക്ക് നയിക്കണം. ആ ഒരു കാര്യവും കൂടി പറയാം. എങ്ങനെ നമുക്ക് ഓരോ വീട്ടിലും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? എല്ലാവർക്കും PSC വഴി നിയമനമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പുതിയ തസ്തിക സൃഷ്ടിച്ചാൽ അന്നേരം മേലേന്ന് പിടിവരും. അടുത്ത മാസം ശമ്പളം കൊടുക്കുമ്പോൾ കേന്ദ്രം കണ്ണുരുട്ടും, നിങ്ങളുടെ റവന്യൂ ചെലവ് കൂടി, അതുകൊണ്ട് നിങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി ഞങ്ങൾ വെട്ടിക്കുറക്കുകയാണ് എന്ന് പറയും. പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുകയാണെന്ന് പറയും. പക്ഷേ എന്നാലും തസ്തിക സൃഷ്ടിച്ചു. ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് കേരളത്തിലാണ്. ആരോഗ്യ മേഖലയിൽ ഈ 10 വർഷക്കാലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത്. അതുമാത്രമല്ല, ചില സംരംഭങ്ങൾ ഉണ്ടാക്കി ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ. വ്യവസായ മന്ത്രി ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്നല്ലോ. ചെറുകിട സംരംഭത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ലക്ഷക്കണക്കിന് പുതിയ ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാവുകയാണ്. അത് എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പം തന്നെ ജോലിയിൽ പ്രവേശിച്ചു. പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയും പറഞ്ഞു. എൻ്റെ നാട്ടിൽ 3 സിവിൽ എഞ്ചിനീയർമാർ ചേർന്ന് വ്യവസായ വകുപ്പിൻ്റെ ഒത്താശയോടുകൂടി ഒരു സംരംഭം തുടങ്ങി. ഒന്നല്ല, ഒരുപാട് തുടങ്ങി. അതിൽ ഒന്നിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ എല്ലാറ്റിൻ്റെയും ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. കൺസൾട്ടേഷൻ കമ്പനി 4 കൊല്ലം മുമ്പ് അവിടെ ചെന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, ഇതെല്ലാം ക്ലച്ച് ആവുമോ? ഉറപ്പായിട്ടും ടീച്ചർ. 2 നല്ല മുറി വാടകയൊക്കെ എടുത്ത് നല്ല കോർപ്പറേറ്റ് ഓഫീസ് പോലെ മനോഹരമാക്കി നല്ല കറങ്ങുന്ന കസേരയൊക്കെ ഇട്ട് 3 എഞ്ചിനീയർമാരും നിൽക്കുകയാണ്. 3 കൊല്ലമായി, 4 അല്ല. നമ്മുടെ ഗവൺമെൻറ് വന്ന് 2ാമത്തെ കൊല്ലം തുടങ്ങിയതാ. അപ്പുറത്തൊരു റൂമിൽ ഒരു 4 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരിയ്ക്കുന്നു. അപ്പോൾ നന്നായി. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ തൊഴിൽ അന്വേഷകർ മാത്രമല്ല തൊഴിൽ ദാതാക്കളാവണം കേട്ടോ. ഈ 4 ആളെ ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതിലൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ സംരംഭം? ഓ, നല്ല ഉഷാറാ, ഒരുപാട് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് ടീച്ചറെ. ഞങ്ങൾ ലോണെല്ലാം ഏകദേശം തീരാൻ പോവുകയാണ്. അത് ചെറിയ പലിശക്കൊക്കെ വ്യവസായ വകുപ്പിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളതെല്ലാം ചെയ്തു തീർക്കുകയാണ്. ഞങ്ങൾ 4 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരെ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? 4 ആൾക്ക് ജോലി കൊടുത്താളിപ്പോൾ 8 ആൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു. അവർ സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് വ്യവസായ വകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും ആ പ്രോത്സാഹനം നടത്താൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചു നമ്മൾ. അവരാണ് ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാടാകെ വിറ്റഴിക്കുമ്പോൾ നമ്മളിവിടെ അതിനെ സംരക്ഷിച്ചു നിർത്തുന്നു. ന്യൂസ് പ്രിൻ്റ് അടക്കം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ എറണാകുളത്ത് നടത്തുന്ന മീറ്റിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാഗ്ദാനം ഉണ്ടായി. അതിനെയും UDFകാർ പരിഹസിച്ചു. പറയേ ഉള്ളൂ, ഒന്നും വരില്ല എന്നാ. വരും. എൻ്റെ നാട്ടിലൊരു കിൻഫ്ര പാർക്കുണ്ട്, കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്. അവിടെ ആദ്യം ഉണ്ടാക്കിയത് ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയാണ്. തീരെ ചെറുതല്ല. ആ 2 നില കെട്ടിടത്തിനകത്തുള്ള മുറിയല്ല, അവിടെ ഹോളായിട്ട് തരംതിരിച്ചത്. ആർക്ക് വേണമെങ്കിലും എടുത്ത് അതിനെ ഒരു മുറിയാക്കി മാറ്റി അവർക്കത് ഫർണിഷ് ചെയ്ത് വ്യവസായം തുടങ്ങാം. അങ്ങനെ തുടങ്ങാൻ വേണ്ടി കെട്ടിടം മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് 1 മാസം 2 മാസം ആകുമ്പോഴേ തന്നെ മുഴുവൻ ഒക്യുപ്പൈഡായി. അവിടെ എല്ലാം ജോലി ചെയ്യാൻ ആളുകൾ വന്നു. ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടർന്നു. ആട്ടുംപാലിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടരുണ്ട്. എവിടെ നിന്ന് ഇത്രയും ആട്ടുംപാൽ കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറേ ഗോഡ് ഫാമുകളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട്. അവിടെ ഉണ്ടാക്കുകയാണ്. അത്രയും പേർക്ക് ജോലി കിട്ടിയില്ല, അവിടെ പണിയെടുക്കുന്നവർക്ക്. ഇനിയിപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞ് 1000 കോടിയുടെ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, 2,64,000 കോടി നിക്ഷേപമാണ് അവർ പറയുന്നത്. തുടർച്ചയായിട്ട് 10 ലക്ഷം പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമാണ്. അവർ വന്നു, ഭൂമി നോക്കി, ഇഷ്ടപ്പെട്ടു, മന്ത്രിയെ കണ്ടു, സംസാരിച്ചു, മുഖ്യമന്ത്രിയെ കണ്ടു, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അവർ സൈൻ ചെയ്തു, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തയ്യാറായി. അത് അടുത്ത് തന്നെ ഒപ്പിടും. അവിടെ ഈ 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാൽ കണ്ണൂർ വിമാനത്താവളമൊക്കെ അടുത്തുണ്ട്.
ആ നാട്ടിൽ ഭാവിയിൽ എത്ര ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും? ഓരോ വകുപ്പും തങ്ങളാലാവും വിധം ജനങ്ങളെ കൈപിടിച്ച് ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരളത്തെ നോക്കി സതീശൻ ഏതോ കാടൻ യുഗത്തിലേക്ക് ഈ കേരളത്തെ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കാൻ പോകുന്നുണ്ടോ? ഇവിടെ പെൻഷന്റെ കാര്യമെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ ഗവൺമെന്റ് നിലനിന്നാലല്ലേ 2000 രൂപ പെൻഷൻ കിട്ടൂ. ഈ ഗവൺമെന്റ് ഉണ്ടെങ്കിലല്ലേ 100 രൂപ പിന്നെ വർദ്ധിപ്പിക്കുമോ നോക്കാൻ പറ്റൂ. UDF 10 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അവർ ഭരിക്കുന്ന സമയത്ത് ആശാ വർക്കർമാർ 500 രൂപയിൽ നിന്ന് 10,000 ആക്കിയത് കഴിഞ്ഞ ഗവൺമെന്റ് 500 രൂപയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആശാ വർക്കർക്ക് 100 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തോ? 1000 ആക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പറച്ചിലേ ഉള്ളൂ, കല്ലുപോലെ തന്നെയാ, ഒന്നും വർദ്ധിപ്പിച്ചില്ല. നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ അവരെല്ലാം ഓടി വന്നു. ഉടനെ തന്നെ തോമസ് ഐസക് പറഞ്ഞു ടീച്ചർ ഒറ്റയടിക്ക് 10,000 ആക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിക്കൂ. ആദ്യം തന്നെ ഈ 500-ൽ നിന്ന് 6,000-ആയി ഓണറേറിയം വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ തവണ 1000 കൂടി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 7,000 ആക്കി. ഇൻസെൻറ്റീവിൽ കേന്ദ്രത്തിൻ്റെ പിടി വീഴാതെ ചില കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ 3,000 വർദ്ധിപ്പിച്ചത്. അങ്ങനെ 10,000 ഉറുപ്പിക 500-ൽ നിന്ന് ആശാ വർക്കർമാരുടെ വർധനവ്. അതിലപ്പുറം വർദ്ധിപ്പിക്കാൻ കേരളത്തിന് സാധിക്കില്ല. എല്ലാ തരത്തിലും സാധ്യമായതിൻ്റെ പരിധിയായി ഇനി കേന്ദ്രം വർദ്ധിപ്പിക്കണം. പക്ഷേ ആ കേന്ദ്രം വർദ്ധിപ്പിക്കുന്നുണ്ടോ? നമുക്കിനി ചെറിയ വർധനവാണ് കുറേശ്ശെ ഉണ്ടാക്കാൻ പറ്റുക. എന്നിട്ടും നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. 2-ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും 1000 ഉറുപ്പിക ഇപ്പോൾ വർദ്ധിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇനിയും വർദ്ധിപ്പിക്കും. ഈ ഗവൺമെന്റിന് സുസ്ഥിരമായ വരുമാനം ഉണ്ടായി കേന്ദ്രത്തിൻ്റെ ശല്യമില്ലാതെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അംഗൻവാടിക്കും ആശയ്ക്കും എല്ലാവർക്കും വർദ്ധിപ്പിക്കും. UDF അത് ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് സുസ്ഥിര ജീവിതത്തിന്, സമാധാനപൂർണമായ ജീവിതത്തിന്, മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും വൻകിട റെയിലടക്കം, അതിവേഗ റെയിലടക്കം, വലിയ പോർട്ടുകളും എയർപോർട്ടുകളും അടക്കം, വലിയ വ്യവസായശാലകളടക്കം, വലിയ സംരംഭങ്ങളടക്കം ഒരു ഭാഗത്ത് വളർന്നു വരുന്നു. മറുഭാഗത്ത് ചെറുകിട സംരംഭങ്ങളും നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിടപെട്ട് അവർക്ക് പെൻഷനും അവർക്ക് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് പട്ടിണിയിൽ നിന്ന് കൈപിടിച്ച് പൊതുസമൂഹത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുന്നു. ഇതാണ് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട്. ഈ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3-ാമതും അധികാരത്തിലേറ്റുന്നത് അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. അത് തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കാണണം. നമ്മളെല്ലാവരും നുണപ്രചരണങ്ങളുടെ അവരുടെ മുനയൊടിക്കണം. നമ്മൾ ജനങ്ങളെ നേരിട്ട് കണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാലേ ഈ നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.